ഹലോ, ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ രാവിലെ തന്നെ കോഴികളെയൊക്കെ ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരെന്നെ അപ്പോൾ നായ്ക്കൾ കൊണ്ടുപോകും. അതിനുശേഷം കുറച്ച് അരിമണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഏട്ടന് കുളിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചു. അതിനുശേഷം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളം വെച്ച് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. മേലെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറിൽ വെള്ളം കുറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് ഒഴിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം വെക്കണത്. രാവിലെ തന്നെ കഴിക്കാനായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പം ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായി അട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വാഴ ഇല ഒക്കെ ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകിയിട്ട് ഇത് വാട്ടിയെടുത്തിട്ട് വേണം നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അട ഒന്ന് പരത്തിയെടുക്കണം. അതിനിടയിൽ ഏട്ടൻ ചായ ചോദിച്ചു കേട്ടോ. ഇന്ന് പണിക്ക് കുറച്ച് നേരത്തെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെയിൻറ്റ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ പണിക്ക് വരുമ്പോഴേക്കും അത് കുറച്ച് ചെയ്ത് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയതാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാനിതാ പാൽ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് വേണം ഏട്ടന് കൊടുക്കാനായിട്ട്. ചായ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ആറ്റിയതിന് ശേഷം ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടനോട് പെയിൻറ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കേട്ടോ. ഗ്രില്ല് ഗേറ്റൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പോൾ പെയിൻറ്റ് അടിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടന് ചായ കൊടുത്തു ഞാൻ കേട്ടോ. ചായ കൊടുത്തതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. നാളികേരും ശർക്കരയും കൂടിയിട്ട് ഒന്ന് തിരുമ്മിയെടുത്തതാണ്. പിന്നെ ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മാവ് കുഴച്ചെടുത്തത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിലൊരു സൈഡിലായിട്ടാണ് അപ്പോൾ നമ്മൾ നാളികേരും ശർക്കരയും കൂടി തിരുമ്മിയെടുത്തില്ലേ അത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് മടക്കിയിട്ട് നമ്മൾ ദോശക്കല്ലില്ലേ അതിലിങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ചെയ്യാം. പുഴുങ്ങിയെടുക്കണവരുണ്ട്. ഇവിടെ കൂടുതലും ഞങ്ങളിതിങ്ങനെ കേട്ടോ ചെയ്യുക. അട ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 അടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുട്ടികൾക്ക് പുട്ടുണ്ടാക്കിയാലോ ദോശ ഉണ്ടാക്കിയാലോ ഒക്കെ പറയട്ടെ വേണ്ടാന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്നൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ആലോചന തുടങ്ങും എന്താ അവർക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് ഇപ്പോൾ ഞാൻ അടയായിട്ട് ഉണ്ടാക്കിയത്. അത് അവരൊന്ന് കഴിച്ചു കിട്ടാം. രാവിലെ തന്നെ മധുരമുള്ളത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അടയുടെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരും ജീരകം കൂടിയിട്ട് പത്തിരി ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നാളികേരം ഉണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഈ ഇലയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ ചെയ്യാം. അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പത്തിരി എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുക. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ വാട്ടിയ ഇലയിൽ തന്നെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പരത്തി കൊടുത്തിട്ട് നമ്മൾ ആ പാനിൽ തന്നെ വെച്ചിട്ട് തന്നെ കേട്ടോ അത് ചുട്ടെടുക്കണം. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള പലഹാരമായിട്ടത്. ഇതൊന്നും ഉണ്ടാക്കിയാൽ അവർക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവർക്ക് തന്നെ കൊടുത്തിട്ട് കഴിക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ട് ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. കഴിക്കാം. ഉണ്ടാക്കിയെടുത്തത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നേരത്തെ പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ എഴുന്നേറ്റിട്ടുണ്ട്, കിച്ചുമോൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവനതൊരു പ്ലേറ്റിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇലയൊക്കെ മാറ്റിയിട്ട് അവന് കൊടുക്കണത് കേട്ടോ. അവന് അട നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിവിടെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അട. പിന്നെ ഞാൻ പത്തിരി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തലേ ദിവസത്തെ മത്തിക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ എനിക്കിങ്ങനെ പത്തിരിയുടെ കൂടെ മത്തിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാനത്. ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ ഈ പത്തിരിയും മത്തിക്കറിയും. ചിക്കൻ കറി ആയാലും പിന്നെ ഉള്ളിക്കറി ആയാലൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മത്തിക്കറി ഉള്ള കാരണം അതെടുത്ത് എനിക്കിഷ്ടമാട്ടോ അങ്ങനെ മത്തിക്കറി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഏട്ടൻ അയിലാണ് മേടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. മീനൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം കറി വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, തക്കാളി, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. അപ്പോൾ മുളക് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലെ മുളകിട്ടത് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ്
പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തിരുമ്മി എടുക്കാം കേട്ടോ. തിരുമ്മി എടുത്തതിന് ശേഷം വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതിൻ്റെ വെള്ളം പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വാളൻപുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് നമുക്ക് വെള്ളം വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. കറിയിൽ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഉള്ളി വറവിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ കറി വേവട്ടെ കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്നിങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി വയ്ക്കാനായിട്ട് കുടപ്പനാണ് കേട്ടോ. പരിപ്പിട്ട് വയ്ക്കാനാണ്. അപ്പോൾ കുടപ്പൻ എന്ന് പറഞ്ഞാൽ മാണി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ കേട്ടോ. അപ്പോൾ കുടപ്പന നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ പൊളിച്ചെടുത്തതിന് ശേഷം കൊത്തി അരിഞ്ഞെടുക്കണം. എന്നിട്ട് പരിപ്പ് അധികം വേവിക്കാതെ എടുത്തിട്ട് ഉള്ളിയും മുളകും കുത്തി വറവിട്ടെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുടപ്പനുണ്ടല്ലോ അത് നന്നാക്കി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം. പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിച്ചതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമ്മളിത് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പിലത്തെ വെള്ളം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. മീൻ പൊരിച്ചെടുക്കാനായിട്ട് മീനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് തല എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. വറുത്തെടുക്കാനായിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. മീൻ പൊരിച്ചെടുക്കാനായിട്ട് പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. അമ്മ ഒന്ന് വീണു കേട്ടോ. പല്ല് തയ്ക്കാനായിട്ടൊന്ന് അങ്ങോട്ട് പൈപ്പിൻ്റെ അവിടേക്ക് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് വീണു. അപ്പോൾ കാലിൻ്റെ മുകളിൽ ചെറുവിരലിൻ്റെ അവിടെ ചെറു പൊട്ടലുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ആഴ്ച അമ്മയ്ക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തലവണി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കാലും കയറ്റി വെച്ചിട്ട് കിടക്കുക. എൻ്റെ തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏട്ടനും കുട്ടികളെ പോകുന്ന കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഊണ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കുടപ്പനും പരിപ്പും കൂടി ഉപ്പേരി ഉണ്ടാക്കിയില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട്. മീൻ വറുത്തത്, പിന്നെ മീൻ മുളകിട്ടതും കൂടി കറിയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം മീൻ വറുത്തതും കുടപ്പനുപ്പേരിയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഉച്ചത്തെ ഊണ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. അതിനുശേഷം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ആ കുട്ടികൾക്ക് ചായ വേണമല്ലോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പോയി. 4 മണിയായപ്പോൾ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അതിൽ പഞ്ചസാര ഇട്ടു, ചായപ്പൊടി ഇട്ടു. തിളച്ചപ്പോൾ വാങ്ങി വെച്ചു. താമരശ്ശാപ്പിൽ പണിക്കാരുണ്ട്, അവർക്ക് ചായ കൊടുക്കണം കേട്ടോ. ചായപ്പൊടി കിച്ചുമ്പോൾ ടൂറ് പോയപ്പോൾ ഒരു പാക്കറ്റ് ചായപ്പൊടി മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിട്ടിട്ടാട്ടോ ചായ വയ്ക്കുന്നത്. നല്ല സ്വാദുള്ള ചായയാണ്. അപ്പോൾ അമ്മയ്ക്കുള്ള ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം അമ്മയുടെ ചായ ഒന്ന് അരിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ എപ്പോഴും വിശക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ച് കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ പഴംപൊരിയും പരിപ്പോടൊക്കെ കിച്ചുമ്പോൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വർക്ക്ഷോപ്പിലുള്ളവർക്കും കിച്ചുവിനും കണ്ണനൊക്കെ കഴിക്കാനായിട്ടാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചായ കുടിച്ചു. വൈകുന്നേരത്ത് കഴിക്കാനായിട്ട് അൽഫാമും കുപ്പൂസും ഒക്കെ മേടിച്ചിട്ട് അയാൾക്ക് ആയിരുന്നു കേട്ടോ മേടിച്ചത്. അവിടുത്തെ കുപ്പൂസായാലും അൽഫാമായാലും അടിപൊളിയാണ് കേട്ടോ. അതിൽ സാലഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൊന്നൂസ് എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ, ചാലിശ്ശേരിക്ക്. സ്കൂള് പൂട്ടിയപ്പോൾ അനിയത്തിയും അമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവൾ ഇന്നലെ അങ്ങോട്ട് പോയത് കേട്ടോ. 2 ദിവസം നിൽക്കാനായിട്ട് പോയതാണ് കേട്ടോ. അവിടെ കുഞ്ഞിപ്പെണ്ണും അമ്മനെയൊക്കെ ഉണ്ടല്ലോ അവൾക്ക് കളിക്കാനായിട്ട്. ഇവിടെ കണ്ണൻ്റെ കൂടിയും കിച്ചുവിൻ്റെ കൂടിയും തല്ലുകൂടിയിട്ട് തോറ്റു കേട്ടോ. അപ്പോൾ 2 ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ അൽഫാം നല്ല ഇഷ്ടം കേട്ടോ. അത് കണ്ടപ്പോൾ പൊന്നൂസിനെ ഓർത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വരുമ്പോൾ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അമ്മ അപ്പുറത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം കേട്ടോ.